ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് പ്രീവിയസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വരാനിരിക്കുന്ന എക്സാമുകളായ CSEB എക്സാം, JCE എക്സാമിനൊക്കെ വളരെയധികം നിങ്ങൾക്ക് ഉപകരിക്കും. അതുകൊണ്ട് ആരും മിസ്സാക്കാതെ പോകരുത്. നിങ്ങൾ ഒരു ദിവസം ഒരു 30-40 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ ഒരു മിനിമം എന്ന് പറയുന്നത് 10 ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെയുള്ള MCQകളും നോക്കി പഠിക്കും. അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം, നമുക്ക് കേരള ബാങ്കിൻ്റെയൊക്കെ എക്സാം ഏകദേശം സെപ്റ്റംബർ, ഒക്ടോബർ അല്ലെങ്കിൽ ആ ഒരു ഇതിലാണ് നമുക്ക് നടക്കാൻ വേണ്ടി ബാക്കിയുള്ളത്. അപ്പോൾ ഒരു ദിവസം നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ കവർ ചെയ്താൽ അല്ലെങ്കിൽ 30 ദിവസത്തേക്ക് നിങ്ങൾക്ക് 300 ക്വസ്റ്റ്യൻ ഒക്കെ ലഭിക്കും. സോ നിങ്ങൾ ആരും ഈ വീഡിയോ മിസ്സാക്കാതെ പോവുക. സോ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വൈദ്യനാഥൻ കമ്മിറ്റി അപ്പോയിൻറ്റഡ് ഇൻ ദ ഇയർ. വൈദ്യനാഥൻ കമ്മിറ്റി അപ്പോയിൻറ്റഡ് ഇൻ ദ ഇയർ. ഏത് വർഷമാണ് വൈദ്യനാഥൻ കമ്മിറ്റി അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ നോക്കാം: 1999, 2004, 2005, 2006 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ഓപ്ഷൻ അറിയാമെങ്കിൽ, ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു കടലാസ് എടുത്ത് അതിൽ എഴുതി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 2004ലാണ് വൈദ്യനാഥൻ കമ്മിറ്റി അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ഈസ് ദ റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ്. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ആരുടെ റെക്കമെൻഡേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരുടെ റെക്കമെൻഡേഷൻ ആണ്? റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ICDP വാസ് ഇംപ്ലിമെൻറ്റഡ് ബൈ NCDC വിത്ത് ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഓഫ്. അപ്പോൾ ICDP NCDC ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. ആരുടെയൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. നബാർഡ് കൊടുത്തിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്, ബോത്ത് A ആൻഡ് B, RBI. എന്താണ് കറക്റ്റായിട്ടുള്ള ആൻസർ? എന്താണ്? ബോത്ത് A ആൻഡ് B ആണ്. അതായത് നബാർഡിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും അസിസ്റ്റൻസോട് കൂടിയിട്ടാണ് ICDP NCDC ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഓപ്പറേറ്റ് മാസ്ക്. മാസ്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്താ? മാസ്കിൻ്റെ ഫുൾ ഫോം മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീം ഓഫ് കേരളയാണ്. ആരാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ B ആണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ടു കളക്ട് ആൻഡ് ഇഷ്യൂ DD ആൻഡ് ചെക്ക് വിത്തിൻ കേരള. 1969ലാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാം, ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന എല്ലാ ബാങ്കുകളും ഒരു കറണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ മാസ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതാണ്. KCBയിലൊക്കെ ഇത് കേരള സ്റ്റേറ്റ് അല്ലെങ്കിൽ കേരള ബാങ്ക് എടുക്കുമ്പോൾ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ കേരള ബാങ്കാണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ഇതാണ്: ഡെബിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ. ആരാണ് ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആരാണ്? ഓപ്ഷൻ A ആണ്, ബയർ ആണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ് നോട്ട് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ എ സോൾ ട്രേഡേഴ്സ് ബാലൻസ് ഷീറ്റ് അസറ്റ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ്. ഒരു സോൾ ട്രേഡറുടെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് ഏത് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഏത് ഓർഡറിലാണ്? ലിക്വിഡിറ്റി ഓർഡറിലാണ്. ഓപ്ഷൻ B ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ലിക്വിഡിറ്റി ഓർഡറിലാണ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഡാഷ് ഈസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഇൻ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്താണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നറിയപ്പെടുന്ന എന്താണ്? ഡേ ബുക്കാണ്. ഓപ്ഷൻ A ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ടു ബ്രിങ് ആൻ അസറ്റ് പർച്ചേസ്ഡ് ഫോർ ഓഫീസ് യൂസ്. അതായത് അസറ്റ് ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് ഈടാക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ഏത് ഇതിലാണ് കാണിക്കുക? വെദർ ഇറ്റ് ഈസ് റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ആണ്: കോഓപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് നോട്ട് ഓൺലി ദ ഫിനാൻഷ്യൽ ഓഡിറ്റ് ബട്ട് ഓൾസോ. കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഓഡിറ്റും മാത്രമല്ല, ബാക്കി എന്താണ്? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും കൂടിയാണ്. അപ്പോൾ ഓപ്ഷൻ C ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഓഡിറ്റർ പ്ലാൻ ഓഫ് ആക്ഷൻ ഈസ് നോൺ ആസ്. ഓഡിറ്റർ പ്ലാൻ ഓഫ് ആക്ഷന് നമ്മൾ എന്താകുക പറയുക? ഓഡിറ്റർ പ്ലാൻ ഓഫ് ആക്ഷന് നമ്മൾ പറയുന്നതാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ടീമിംഗ് ആൻഡ് ലാഡിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ടീമിംഗ് ആൻഡ് ലാഡിംഗ് എന്തിനുള്ള എക്സാമ്പിളാണ്? മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്, മിസ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്, മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്. എന്തിൻ്റെ ഉദാഹരണമാണ്? മിസ് അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷിനാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ A ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: POS സ്റ്റാൻഡ്സ് ഫോർ. POS സ്റ്റാൻഡ്സ് ഫോർ എന്താ? POS എന്ന് വെച്ചിട്ടുണ്ട് എന്താണ്?
പോയിന്റ് ഓഫ് സെയിൽ എന്നാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്ക് വിച്ച് ആർ സ്റ്റാർട്ടഡ് ആസ് എ പാർട്ട് ഓഫ് 20 പോയിന്റ് പ്രോഗ്രാം ഈസ് 20 പോയിന്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാങ്ക് ഏതാണ്? 20 പോയിൻ്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് RRB ആണ്. റീജിയണൽ റൂറൽ ബാങ്കുകളാണ് ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഫലമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ക്വസ്റ്റ്യൻ നമ്പർ 14 ഇതാണ്. ദ പേയ്മെൻറ്റ് വിച്ച് ഫുൾഫിൽ ദ കണ്ടീഷൻ ലേഡ് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോൾഡ്. ദ പേയ്മെൻറ്റ് വിച്ച് ഫുൾഫിൽ ഓൾ ദി കണ്ടീഷൻ ലേഡ് ഇൻ ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോൾഡ്. എന്താണ്? പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോഴ്സ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, IFSC സ്റ്റാൻഡ്സ് ഫോർ IFSC. എന്താണ് IFSC എന്ന് പറഞ്ഞിട്ടുണ്ട്? എന്താ? അപ്പോൾ ഇതുപോലുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ചോദിക്കുക. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്, ഇന്ത്യൻ ഫണ്ട് സിസ്റ്റം കോഡ് എന്നൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡാണ് IFSC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, പ്രൊപ്പറേറ്റർ ഓഫ് ബിസിനസ് ഹു വിഡ്രോ ഗുഡ്സ് ഫ്രം ദ ബിസിനസ് ഫോർ പ്രൈവറ്റ് യൂസ് ഇറ്റ് വിൽ ബി പോസ്റ്റഡ് ദ. അതായത് ഒരു ബിസിനസ്സിൻ്റെ പ്രൊപ്പറേറ്റർ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ആവശ്യത്തിന് ബിസിനസ്സിൽ നിന്ന് ഗുഡ്സ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഏത് സൈഡൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ട്രീറ്റ് ചെയ്യും? ക്രെഡിറ്റ് ഓഫ് ഡ്രോയിങ് അക്കൗണ്ട്, ഡെബിറ്റ് ഓഫ് പർച്ചേസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ഓഫ് പർച്ചേസിങ് അക്കൗണ്ട്. എന്ത് ചെയ്യും? നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. പർച്ചേസ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആയിട്ടാണ് നമ്മളതിനെ ട്രീറ്റ് ചെയ്യാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഓഫീസർ അപ്പോയിൻറ്റഡ് ടു പബ്ലിഷ് ഇലക്ഷൻ വോട്ടർ ലിസ്റ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഏത് ഓഫീസറാണ് വോട്ടർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്? ആരെയാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആരെയാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്? ഇലക്ടറൽ ഓഫീസറാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് CCU, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. നമുക്കറിയാം 89, 88 എന്താ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, സെൻട്രൽ കോപ്പറേറ്റീവ് യൂണിയൻ, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ഒക്കെ വരുന്ന സെക്ഷൻസുകളാണ്. അപ്പോൾ ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ജൂറിസ്ഡിക്ഷൻ എവിടെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്? എന്താണ്? നമുക്കറിയാം 1 താലൂക്കാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, an employee of cooperative society is entitled to get the maximum dash percentages of bonus. എത്ര പെർസെൻറ്റേജ് ആണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ബോണസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? എത്ര പെർസെൻറ്റേജ് ആണ് ബോണസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓപ്ഷൻ സി 20% ആണ് ബോണസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 19 എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, the annual statement of accounts of each year shall be prepared by chief executive within dash from the date of close of the financial year. അതായത് ചീഫ് എക്സിക്യൂട്ടീവ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയറിനുള്ള എത്ര കഴിഞ്ഞിട്ടാണ് ഈ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിരുന്നാൽ എത്ര ഉള്ളിലാണ്? അതായത് 1 മന്തിനകത്താണ്, ഫ്രം ദ ഡേറ്റ് ഓഫ് ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഇതിൽ നിങ്ങളെ തന്നെ സ്വയം അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിന് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. ഇല്ലെങ്കിൽ തുടക്കക്കാരൊക്കെയാണ് വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർക്ക് പഠിക്കാൻ ഇനിയും സമയമുണ്ട്. അപ്പോൾ 1 മിനിറ്റ് പോലും കളയാതെ നന്നായിട്ട് പഠിക്കുക. CA അല്ലെങ്കിൽ കേരള ബാങ്ക് അല്ലെങ്കിൽ CSEBയിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ഈ വർഷം നിങ്ങൾക്ക് സർക്കാർ ജോലി ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. ടിൽ ദെൻ ബൈ.